ഇന്നത്തെ ഗോസ്പലിൽ മാർക്കോസ് ശിഷ്യന്മാരെ പേരെടുത്താണ് പറയുന്നത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നാണ്. അവർ ശിഷ്യന്മാരെന്ന് ഇന്നത്തെ ഗോസ്പലിൽ മാർക്കോസ് അവരെ വിളിക്കുന്നില്ല. കാരണം ഒരു ശിഷ്യനാകാൻ അവരാരും വളർന്നിട്ടില്ല. പത്രോസ് എപ്പോഴും ഈശോയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. താബോർ മലയിൽ ഈശോയുടെ രൂപാന്തരീകരണം നടക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നമുക്കിവിടെ 3 കൂടാരം പണിയാം, ഒന്ന് നിനക്ക്. പത്രോസ് ഈശോയെ കൂടാരത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ആൾ. ഇന്നത്തെ ഗോസ്പലിൽ അതാ കാണുന്നത്. പത്രോസിനൊരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഉദ്ദേശമാണ്. ഒരു പിരിഗ്രിം സെൻറ്റർ, തൻ്റെ വീട് ഒരു പിരിഗ്രിം സെൻറ്ററാക്കാൻ പോവാണ്. വളരെ പ്രൈവറ്റായിട്ട് നടന്നൊരു അത്ഭുതമാണ് അമ്മായിമ്മയുടെ പനി ഈശോ മാറ്റിയത്. പക്ഷെ വൈകുന്നേരമായപ്പോൾ നഗരവാസികളെല്ലാവരും വാതിൽക്കലെത്തി എന്ന് പറയാം. പത്രോസിൻ്റെ വീടിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഈ പത്രോസും കൂട്ടരും നടത്തിയ PR വർക്ക് എന്തായിരിക്കണം? ഇത്രയും പേരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ. അതാണ് പറഞ്ഞത്, പത്രോസ് തൻ്റെ വീട് ഒരു പിലിഗ്രിം സെൻറ്ററാക്കാൻ പോവാണ്. ഈശോ അത്ഭുതങ്ങൾ നടത്തുകയാണ്. രാത്രി മുഴുവൻ അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഉണരും മുമ്പേ ഈശോ സ്ഥലം വിട്ടു. അപ്പോൾ പത്രോസും കൂട്ടരും ഈശോ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറയാണ്, നിന്നെ കാത്ത ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്, വാ പോകാം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എനിക്ക് അടുത്ത പട്ടണമെങ്കിലും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് വൈ ഐ കെയിം ഔട്ട്. ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, ദിസ് ഈസ് വൈ ഐ കെയിം ഔട്ട്. പക്ഷെ മലയാളത്തിൽ വന്നപ്പോഴേക്കും അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ജനറലായിട്ട് ഈശോയുടെ മിഷനെക്കുറിച്ച് അവിടെ പറയാം. പക്ഷെ അങ്ങനെയല്ല അത് വായിക്കേണ്ടത്. ദിസ് ഈസ് വൈ ഐ കെയിം ഔട്ട്. നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് ഇതിനാ, നിൻ്റെ വീട്ടിൽ നിന്ന്. നീ എന്നെ അവിടെ ഒതുക്കണ്ട, നീ എന്നെ അവിടെ ലോക്ക് ചെയ്യേണ്ട പത്രോസേ എന്ന് ഈശോ പറയാം. ഈശോ ഹൈജാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ധ്യാന സെൻറ്റേഴ്സിനോടും പിലിഗ്രിം സെൻറ്റേഴ്സിനോടും ഈശോ ഡയറക്റ്റായിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ലോക്ക് ചെയ്യണ്ട.